ഹേ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. സോ ഇന്നൊരു മിനി സ്റ്റേഷനറി ഹോൾ കാണിച്ചു തരാം. സോ ഞാൻ എൻ്റെ കയ്യിലുള്ള ആദ്യം കുറച്ച് കാണിച്ചു തന്നിട്ട് ബാക്കി മേടിച്ചതൊക്കെ കാണിച്ചു തരാം. പിന്നെ ചില സാധനങ്ങളൊക്കെ എൻ്റെ കസിൻസിൻ്റെ കേട്ടോ, കാരണം ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ടില്ല. കാരണം എൻ്റെ കയ്യിൽ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും മേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നോട്ട്ബുക്സ്, ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് മേടിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. ടെക്സ്റ്റ് ബുക്ക് സ്കൂളിൽ നിന്ന് കിട്ടി, നോട്ട്ബുക്ക് സേവാഭാരതി എന്ന് പറഞ്ഞിട്ട് ഇതിന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 10 നോട്ട്ബുക്കോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാത്ത നോട്ട്ബുക്സ് നമ്മൾ മേടിച്ചതും ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ മേടിക്കേണ്ട ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ ഞാൻ സേവാഭാരതിന് ബുക്ക് മേടിക്കാൻ വീഡിയോ ഒന്ന് കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നേ. സംഭവം ഞാൻ ഇത്രയും വോയിസ് ഓവർ കൊടുത്തത് കുറച്ച് ഇന്നലെ മിനിഞ്ഞാന്ന് അങ്ങനെ എന്തോ കൊടുത്ത വോയിസ് ഓവറാണ്. വീഡിയോ എടുത്തിട്ട് തോന്നെ ദിവസമായി. ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി, ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. സോ അതിൻ്റെ ഉള്ളിൽ എല്ലാം പോസ്റ്റ് ചെയ്യണം. എനിക്ക് ഇന്നാണ് ഓർമ്മ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തു വെച്ച കാര്യം തന്നെ. അതുകൊണ്ട് വേഗം വന്ന് വോയിസ് ഓവർ എടുക്കാം കേട്ടോ. കാരണം ഇപ്പോൾ സ്കൂൾ തുറക്കാനായി, എല്ലാ വീഡിയോസും കൂടെ പോസ്റ്റ് ചെയ്യണം. അങ്ങനെ തോന്നെ വീഡിയോസ് ഞാൻ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ പോസ്റ്റ് ചെയ്യണമല്ലോ, സമയവും ഇല്ല. ഇപ്പോൾ ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഫങ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആകെ ഒരു ചെക്കപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ മറ്റേ സേവാഭാരതിനെടുത്ത വീഡിയോ അതിൻ്റെ ചെറിയ ക്ലിപ്സിൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് ഞാൻ അതിവിടെ കൊടുക്കണില്ല. ഇനിയിപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം എന്തായാലും. ദെൻ ഇതൊക്കെ മേമയുടെ മക്കളെ സാധനങ്ങളാണ്. സോ ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു കേട്ടോ. ഇതൊക്കെ എന്തായാലും ഇവർ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇവർ മേടിച്ചിട്ടുള്ളൂ. ഓവറായിട്ടൊന്നും മേടിച്ചിട്ടില്ല. കാരണം സംഭവം ഇവർ ചെറിയ പിള്ളേരാണ്. അതായത് 5th സ്റ്റാൻഡേർഡും 1st സ്റ്റാൻഡേർഡും പഠിക്കുന്നതുകൊണ്ട് തന്നെ വലിയ ആവശ്യങ്ങളൊന്നും അവർക്കില്ല. എന്നാലും ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ സ്കൂളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും അവർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിലുള്ള ഇനി വാട്ടർ ബോട്ടിൽ, അതേപോലെ തന്നെ 2 വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്, പെൻസിൽ, ദെൻ സ്റ്റാപ്ലർ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ ഈ കുപ്പിക്ക് എന്തോ പ്രശ്നമുണ്ട്. സംഭവം ഈ സാധനം ഇവിടെ ഇടുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. അവസാനം ഞാൻ തട്ടിക്കൂട്ട് എന്തൊക്കെയോ ചെയ്തു നോക്കി. കാരണം ഈ കുപ്പിയിൽ വേറെ രീതിക്കും മറ്റേ കുപ്പിയിൽ വേറെ രീതിക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ആയിട്ട് ഇതൊരു ക്യൂട്ട് പൗച്ചാണ് കേട്ടോ. ഇതിൻ്റെ മേമര മോളെ പൗച്ചാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ തന്നെ. അവളപ്പം തന്നെ അതിൽ പെൻസിലും സ്കെയിലും റബ്ബറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സംഭവം കയ്യിലാവുണ്ടോ നോക്കിയതാണ് ഞാൻ. ആ ഗിൽറ്റൊന്നും കയ്യിലാവണില്ല. സംഭവം അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ബോക്സ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അവളിപ്പോൾ ഇത് മേടിച്ചത്. പിന്നെ 5th ആയതുകൊണ്ട് ചിലപ്പോൾ ജോമെട്രി ബോക്സ് ആവശ്യം വരാൻ ചാൻസ് ഉണ്ട് അവൾക്ക്. അതുകൊണ്ട് അതും കൂടെ അവൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് അത്യാവശ്യം നല്ലതാണ്. കാരണം ഞാൻ 9th മുഴുവൻ ഇതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കിതിൽ പർപ്പിളായിട്ടുള്ള പെന്നല്ല കിട്ടിയത്. പിന്നെ അവർക്ക് ഇവിടുന്ന് പർപ്പിൾ, എനിക്കിതിൽ ഗ്രീനാണ് കിട്ടിയത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് പെന്നല്ലല്ലോ വിഷയം, അല്ല പെൻസിലല്ലല്ലോ വിഷയം. അങ്ങനെ എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഒന്നും മേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം അക്കിൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മുടെ ബുക്ക് കവർ ചെയ്യുന്ന ആ ഷീറ്റ്, എന്താ ഇതിന് പറയുക, എന്തായാലും ബുക്ക് കവർ ചെയ്യുന്ന സാധനം. പിന്നെ അതാ കുറച്ച് റബ്ബറുണ്ട്, സ്റ്റാപ്ലറിൻ്റെ പിന്നുണ്ട്, അങ്ങനെ കുറച്ച് സാധനം. പിന്നെ കുറച്ച് നോട്ട്ബുക്സ് അവൾ എക്സ്ട്രാ മേടിച്ചിട്ടേ തോന്നുന്നു. കുറച്ച് നോട്ട്ബുക്സ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അവൾതാണ് കേട്ടോ. ഈ ഫുൾ ഐറ്റംസാണ് അവൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഇനി ഞാൻ ബാക്കി എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളും കൂടെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന നോട്ട്ബുക്സ് ആണ് കേട്ടോ. 10 ഉണ്ടായിരുന്നല്ലോ, പക്ഷേ 9 ഉള്ളൂ. ഒന്നും ഞാൻ ചട്ടിട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ സ്കൂൾ തുറക്കാൻ സമയമാകുമ്പോൾ എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അത് കണ്ടിട്ട് തന്നെ ഞാൻ കുറച്ച് മുന്നേ എല്ലാ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ ഞാൻ ചട്ടിട്ട് വെച്ചതായിരുന്നേ. നോട്ട്ബുക്ക് ഞാൻ ചട്ടിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കൊക്കെ ഞാൻ നീറ്റായിട്ട് ചട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ നേരത്തെ ഞാൻ ഇടിപിടിയൊന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ.
ഇതാണ് എൻ്റെ ബുക്സൊക്കെ. ദെൻ ഞാനൊരു ഹൈലൈറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ബുക്ക് കവർ ചെയ്യുന്ന ആ ചട്ട അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചട്ടിട്ടതിൻ്റെ ബാക്കിയാണ് അവിടെ ഇരിക്കുന്നത്. ദെൻ ബാക്കിയുള്ളതൊക്കെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും പുതിയതായിട്ട് മേടിച്ചതില്ല. ഒക്കെ ഇപ്പോഴത്തെ തന്നെ അമ്മ മേടിച്ച അമ്മ കുറച്ചായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മേടിച്ച് വയ്ക്കുന്ന സാധനങ്ങളാണ്. ദെൻ ഒരു സ്കെയിലുണ്ട് ഇരിക്കണം. ദെൻ വാഷി ടാപ്പ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരും ശ്രദ്ധിക്കേണ്ട ഗൈസ്, കാരണം സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞിട്ട് കുറയ്ക്കുന്നില്ല. എനിക്ക് ഇന്ന് തന്നെ വോയിസ് ഓവർ കൊടുത്താൽ ഇത് നാളത്തേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ വാഷി ടാപ്പ് ഉണ്ട്, കളറുണ്ട്, സിസേഴ്സ് ഉണ്ട്. ഇതൊക്കെ പഴയതാണ്. പിന്നെ ഒരു പുതിയ സിസർ ഉണ്ടായിരുന്നു, അത് ഞാനതിൽ കാണിച്ചുതരാം. ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ കേട്ടോ. പിന്നെ നമ്മളെ ബേസിക് ആയിട്ടുള്ളതാണ് ഈ ഗ്ലൂ, അതേപോലെ തന്നെ ന്യൂസ് പ്രിൻറ്റ്. ഈ ആൽക്കഹോൾ മാർക്കേഴ്സ് ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മുന്നേ മേടിച്ചതാണ്. വലിയ കുഴപ്പമില്ല, എന്നാലും ഒരു ഓക്കെ പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സീസർ, ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മിനി സ്റ്റേഷനറി ഹോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ. ഇതാണ് ഗൈസ് ബാഗ്. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്.